ചുറ്റും കൺസ്ട്രക്ഷൻസ് ഒന്നുമില്ല, റെസിഡൻഷ്യലാണ്, വീടുകളാണ്. നമുക്ക് അതുപോലെ തന്നെ നാച്ചുറൽ വാട്ടർ റിസോഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഉയർന്ന പ്രദേശമാണ്, മഴക്കാലത്ത് വെള്ളം കയറില്ല. വലിയൊരു കാര്യമാണ്. ഓൾമോസ്റ്റ് നമുക്ക് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് തൊട്ട് അസോസിയേഷൻ ആണ് ഇത് റൺ ചെയ്യാൻ പോകുന്നത്. 57 വില്ലാസേ നമുക്ക് വരുന്നുള്ളൂ. അതിൽ നമുക്ക് 3 BHK 4 BHK. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റും കൂടി ഇപ്പൊ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2027 സ്റ്റാർട്ടിംഗിൽ നമുക്ക് ലോഞ്ചിങ് ഉണ്ടാവും. ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിത്ത് അപ്രിസിയേഷൻ സെല് ചെയ്യാം. നമ്മൾ ഇന്നുള്ളത് ശോഭ ഗ്രൂപ്പിന്റെ സിൽവർ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ റെഡി ടു മൂവിനായിട്ടുള്ള വില്ല പ്രൊജക്റ്റിലാണ്, അതും തൃശ്ശൂരിൽ. ഈ ഒരു പ്രോജക്റ്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തരാനായിട്ട് നമ്മുടെ കൂടെ സെയിൽസ് AGM ആയിട്ടുള്ള ശ്രീരാഗ് കൂടെയുണ്ട്. ശ്രീരാഗ്, എന്താണ് വിശേഷം? നല്ല വിശേഷം. ഓണമൊക്കെ ആയിട്ട് സെയിൽസ് ഒക്കെ തകർക്കാനുള്ള? തീർച്ചയായിട്ടും നമുക്കിപ്പോൾ NRI സീസണാണ്. NRI ക്ലയൻസ് വരുന്നു. ഇപ്പോൾ ഓണം ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ബുക്കിംഗ്സ് നമുക്ക് വരുന്നുണ്ട്. അടിപൊളി. നിങ്ങൾക്ക് കൊച്ചിയിൽ ഇപ്പൊ റണ്ണിംഗ് ആയിട്ട് രണ്ട് പ്രോജക്ട്സ് ഉണ്ട്. മറീന വൺ ഉണ്ട്, അറ്റ്ലാന്റിസ് ഉണ്ട്. അടിപൊളി. അതായത് ഇപ്പൊ നമുക്ക് തൃശ്ശൂരിൽ സംസാരിക്കാനായിട്ടുള്ളത് ഈ വില്ല. നമുക്ക് ആക്ച്വലി 3 പ്രൊജക്ട്സ് വരുന്നുണ്ട്. ലേക്ക് എഡ്ജ് എന്നുള്ള നമുക്ക് ശോഭ സിറ്റിയിൽ നമ്മളൊരു പ്രീമിയം ലാസ്റ്റ് ടവറിൽ നമുക്ക് 2 യൂണിറ്റ്സോളം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മെട്രോപോളിസ് കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മോളിന്റെ അടുത്ത് ഒരു 8 ഏക്കേഴ്സിലുള്ള അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള നമ്മൾ സിൽവർ എസ്റ്റേറ്റ് റെഡി ടു മൂവിനാണ് 7 ഏക്കേഴ്സിൽ. ഇതിൽ നമുക്ക് 3 BHK അവൈലബിൾ ആണ്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അതെ, തീർച്ചയായും റെഡി ടു മൂവ് ആണ്. ടോട്ടൽ 7 ഏക്കറിലാണ് പ്രൊജക്ട്. നമുക്ക് ആക്ച്വലി തൃശ്ശൂരത്തെ ഏറ്റവും വലിയ വില്ല പ്രൊജക്റ്റ് ആണ്. ഇപ്പൊ നോർമലി 50 സെന്റ്സ് 1 ഏക്കേഴ്സിലൊക്കെയാണ് വില്ല പ്രൊജക്ട്. ശോഭയുടെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് സ്റ്റൈൽ 7 ഏക്കേഴ്സിലാണ്. ജസ്റ്റ് 57 വില്ലാസേ വരുന്നുള്ളൂ. നമുക്ക് ഓവർ 3 ഏക്കേഴ്സോളം ഓപ്പൺ സ്പേസും വരുന്നുണ്ട്. അതെ, ഞാനിവിടെ പ്രൊജക്ട് വന്ന് കണ്ടപ്പോൾ ഫീൽ ചെയ്തായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂർ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്, എന്നാ പക്ഷെ ഭയങ്കര സെറീൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതെ, ഒരു കാമാൻ. തീർച്ചയായിട്ടും നമുക്കിത് തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് ജസ്റ്റ് 9 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. വിത്തിൻ 10 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഇപ്പോൾ ശോഭ മോൾ ആയാലും ലീഡിങ് ഹോസ്പിറ്റൽസ് ആയാലും സ്കൂൾസ് ആയാലും കോളേജസ് ആയാലും എല്ലാം വിത്തിൻ 10 കിലോമീറ്റർ. തൃശ്ശൂർ റൗണ്ടിലേക്ക് എക്സാക്ട്ലി 9 കിലോമീറ്റേഴ്സ്. കാര്യം എനിക്ക് അവിടെ നിന്ന് തൃശ്ശൂർ ടൗണിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കുറച്ച് ദൂരം കൂടുതൽ ഫീൽ ചെയ്തു. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ ടൗണിൽ താമസിക്കുന്നതിനേക്കാളും കുറച്ച് മാറി കഴിഞ്ഞാൽ കുറച്ച് പീസ്ഫുൾ ആയിട്ട് നമുക്ക് നല്ല വെള്ളം, ഒരു ഡ്രൈവ് നമുക്ക് രാവിലെ കിട്ടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ആക്ച്വലി നമുക്ക് ഡ്രൈവിന്റെ ഒരു ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ, ടൈമിംഗ് പറയുകയാണെങ്കിൽ വിത്തിൻ നമുക്കൊരു 10 മിനിറ്റ്സ് 9 കിലോമീറ്റർ കവർ ചെയ്ത് വരാം. കാരണം നമുക്ക് അങ്ങനെ റഷ് ഉള്ള ഒരു വേ അല്ല. അപ്പൊ നമുക്ക് അവിടെ നിന്ന് വരികയാണെങ്കിൽ, തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് വരികയാണെങ്കിൽ വിയ്യൂർ ബ്രിഡ്ജ് കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പാമ്പൂർ, ആട്ടൂർ, പോട്ടൂർ റോഡ് വിത്തിൻ 10 മിനിറ്റ്സ് നമുക്ക് റീച്ച് ചെയ്യാം. ഒരു ബിസി റോഡല്ല അത് വരുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമല്ലേ, തൊട്ടടുത്ത് നമുക്ക് ഫ്രണ്ടിൽ കടകളില്ല എന്നുള്ളതാണ്. ആക്ച്വലി ഈ വില്ല പ്രൊജക്റ്റിൽ നിന്ന് ജസ്റ്റ് 300 മീറ്റേഴ്സിലാണ് പോട്ടൂർ സെന്റർ വരുന്നത്. അപ്പൊ അവിടെ സൂപ്പർ മാർക്കറ്റ്, ഷോപ്സ് എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ പിന്നെ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും സ്വിഗ്ഗി, സൊമാറ്റോ, തീർച്ചയായിട്ടും. അപ്പൊ അത് നമുക്കൊരു ഇഷ്യൂ അല്ല. പിന്നെ ഇവിടെ നല്ല ഗ്രൗണ്ട് വാട്ടർ കിട്ടുന്ന ഏരിയ. അതെ, തീർച്ചയായിട്ടും. നല്ല നമുക്ക് വേറെ ചുറ്റും കൺസ്ട്രക്ഷൻസ് ഒന്നുമില്ല, റെസിഡൻഷ്യലാണ്, വീടുകളാണ്. നമുക്ക് അതുപോലെ തന്നെ നാച്ചുറൽ വാട്ടർ റിസോഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഉയർന്ന പ്രദേശമാണ്, മഴക്കാലത്ത് വെള്ളം കയറില്ല. വലിയൊരു കാര്യമാണ്. തീർച്ചയായും. കാരണം ഇപ്പൊ എല്ലാ ഓഗസ്റ്റിലും പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം. നമുക്ക് 2018 പോലും നമുക്ക് ഫ്ലഡിന്റെ എഫക്ട് ചെയ്തിട്ടുണ്ട്. ഉയർന്ന പ്രദേശമാണ് വരുന്നത്. ഇതിൽ മൊത്തം എത്ര വില്ലാസ് വരുന്നത്? 57 വില്ലാസേ നമുക്ക് വരുന്നുള്ളൂ. അതിൽ നമുക്ക് 3 BHK 4 BHK. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് 3 BHK ആണ്. നിയർലി 6 സെന്റ്സ് ലാൻഡ്സ് വരുന്നത്. 2.9 CR ആണ് കോസ്റ്റിംഗ്, ഓൾ ഇൻക്ലൂസീവ്. എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നത്? 2750 സ്ക്വയർ ഫീറ്റ് ആണ്. നമുക്കൊരു 14 ഫൈനൽ വില്ലാസ് ആണ് 3 BHK അവൈലബിൾ ആയിട്ടുള്ളത്. അതെ. ക്ലബ് ഹൗസ് എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നത്? ക്ലബ് ഹൗസ് നമുക്ക് ഒരു 9000 സ്ക്വയർ ഫീറ്റ് വരുന്നത്. 3 ഫ്ലോർ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുമ്പോൾ ലോബി വരുന്നുണ്ട്, പൂള്, കിഡ്സ് പൂള്, ചേഞ്ചിങ് റൂംസ്, വാഷ്റൂംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ AC ബാഡ്മിന്റൺ കോർട്ട് വരുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ജിംനേസിയം വരുന്നുണ്ട്. അതുപോലെ ആക്ടിവിറ്റി റൂം ഉണ്ട്. എല്ലാ ഫ്ലോറിലും നമുക്ക് കോമൺ ജെന്റ്സ്, ലേഡീസ് സെപ്പറേറ്റ് വാഷ്റൂംസ് ഉണ്ട്. ഒന്നിനും നമ്മൾ പുറത്തേക്ക് പോകണ്ട. ഇല്ല. ഇനി ടോപ്പ് ഫ്ലോറിൽ വരുമ്പോൾ നമുക്ക് ആക്ടിവിറ്റി, അതായത് മൾട്ടിപർപ്പസ് ഹാള് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ലോഞ്ച് ഉണ്ട്. ഓപ്പൺ ഫംഗ്ഷൻസ് ചെയ്യണമെങ്കിലും നമുക്ക് ഓപ്പൺ ഏരിയ വരുന്നുണ്ട്. പാൻട്രി സ്പേസും ബുഫേ സ്പേസും വരുന്നുണ്ട്. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഈ പറയുന്ന 14 വില്ലാസ് കഴിഞ്ഞിട്ടുള്ള വില്ലാസുകളിലൊക്കെ ആളുകൾ താമസം തുടങ്ങി, കസ്റ്റമേഴ്സ്. തീർച്ചയായിട്ടും. ഇപ്പൊ ഓൾമോസ്റ്റ്
ഓൾമോസ്റ്റ് നമുക്ക് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് തൊട്ട് അസോസിയേഷൻ ആണ് ഇത് റൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിപ്പോ റെഡി ടു മൂവിന് ആയതുകൊണ്ട് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്റീരിയർ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ 1 or 2 months ഇന്റീരിയർ ചെയ്തിട്ട് ശോഭ ചെയ്യണമെങ്കിൽ ശോഭയുടെ ഇന്റീരിയർ ഡിപ്പാർട്ട്മെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വിത്തിൻ 1 week നമുക്ക് രജിസ്റ്റർ ചെയ്ത് ഹാൻഡിങ് ഓവർ കൊടുക്കാം. കാരണം പെർമിറ്റ് കിട്ടിയ എല്ലാ ലീഡിംഗ് ബാങ്ക്സും അപ്രൂവ്ഡ് ആണ്. ഇപ്പൊ SBI യോ HDFC യോ ആക്സിസോ ICO എല്ലാ ലീഡിംഗ് ബാങ്ക്സും ഏതിന് വേണമെങ്കിൽ നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു 80% വരെ നമുക്ക് ഫണ്ട് ചെയ്യാം. അടിപൊളി. അപ്പൊ ഈ പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വന്ന് കാണേണ്ട ഒരു പ്രൊജക്ട് തന്നെ കേട്ടോ. കാരണം വെച്ചാല് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഇത്രയും വലിയ പ്രൊജക്ട് വേറെ ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. കാരണം നമ്മള് തൃശ്ശൂരുള്ളവരെല്ലാം വില്ല പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 1 acres അല്ലെങ്കിൽ മാക്സിമം 2 acres മുകളിൽ വില്ല പ്രോജക്റ്റ് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇനിയുണ്ടല്ലോ ശോഭയുടെ ഒരു കാര്യം, മെയിനായിട്ട് ശോഭ ബിൽഡേഴ്സിന്റെ ഒരു കാര്യം എന്നോട് ശ്രീരാഗ് ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ പറഞ്ഞു. കാരണം ശോഭ ഗ്രൂപ്പ് എപ്പോഴും ഒരു പ്രൊജക്റ്റ് കംപ്ലീഷൻ, അതായത് സ്റ്റാർട്ട് ചെയ്തൊരു കംപ്ലീഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ചിലപ്പോൾ നെക്സ്റ്റ് പ്രൊജക്റ്റ് വരുള്ളൂ. വിത്തിൻ ഒരു 5 to 6 years ഗ്യാപ്പ് വരാറുണ്ട്. സോ അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. കാരണം ഈവൻ നിങ്ങളൊരു മെട്രോപോളിസിലത്തെ അതെ നമുക്കിപ്പോ റണ്ണിങ് ആയിട്ടുള്ളത് മെട്രോപോളിസ് എന്നുള്ള പ്രൊജക്റ്റ് ആണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് കംപ്ലീഷനിലേക്ക് വന്നു. 2021 ലോഞ്ച് ചെയ്തതാണ്. നമുക്ക് 5 years കംപ്ലീഷൻ ആയി. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റും കൂടി ഇപ്പൊ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ 2027 സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ലോഞ്ചിങ് ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 5 to 6 years ഒരു പ്രൊജക്ട്. ബാക്കി നമുക്ക് ബിൽഡേഴ്സ് നോക്കുമ്പോൾ ഇയർലി 3 or 4 പ്രൊജക്ട്സ് ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിത്ത് അപ്രിസിയേഷൻ സെല് ചെയ്യാം. അതെ തീർച്ചയായിട്ടും. നിങ്ങൾക്ക് റീസെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെല് ചെയ്യാം. അപ്പൊ സാധാരണ നമുക്ക് ബിൽഡേഴ്സ് എന്ന് പറയുമ്പോൾ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവും. കാരണം നമ്മുടെ ശോഭയുടെ ഒരു പ്രത്യേകത നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പൊ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും സോൾഡ് ഔട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 year കഴിഞ്ഞാൽ സെല് ചെയ്യാം. ലോക്ക് ഇൻ പീരീഡ് ഇല്ല, വിത്ത് അപ്രിസിയേഷൻ. ഇപ്പൊ മെട്രോപോളിസ് എന്നുള്ള പ്രൊജക്ട് നമ്മള് ലോഞ്ച് ചെയ്തത് ഇപ്പൊ ഒരു 3 BHK ആണെങ്കിൽ 1 CR, 4 BHK ആണെങ്കിൽ നിയർലി ഒരു 2 CR ഒക്കെയാണ് ലോഞ്ച് ചെയ്തത്. ഇപ്പൊ ഓൾമോസ്റ്റ് ഡബിൾ ആയി. 100% ആണ് അപ്രിസിയേഷൻ. അങ്ങനെ ഒരു ബിൽഡറും തൃശ്ശൂർ പ്രൊവൈഡ് ഈ പറയുന്ന അറ്റ്ലാന്റിസിൽ നമുക്ക് ഇനി യൂണിറ്റ്സ് ഉണ്ടോ? ഉണ്ട്. അറ്റ്ലാന്റിസിലും മെറീനയിലും നമുക്ക് യൂണിറ്റ്സ് അവൈലബിൾ ആണ്. ലിമിറ്റഡ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, കൊള്ളാം. അപ്പൊ ഈ പ്രോജക്റ്റിന്റെ അകത്ത് ഇനി നമുക്ക് ഈ 14 ഇപ്പൊ ഈ പറയുന്ന 6 cents 3000 square feet 2750 square feet വരുന്ന 3 BHK നമുക്ക് പ്രൈസ് പറയുന്നത് 2.9 ആണ്. ഓൾ ഇൻക്ലൂസീവ്. ഓക്കെ, പ്ലസ് രജിസ്ട്രേഷൻ മാത്രം എക്സ്ട്രാ വരും. നമുക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓണം സീസണിൽ NRI ഫസ്റ്റ് ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് ബുക്കിംഗിന് 1 lakh ഒരു ഗോൾഡ് വൗച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ശോഭ എല്ലാ ഇയറിലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സ്പെഷ്യലി ഈ വർഷത്തിന് വേണ്ടിയിട്ടല്ല, എല്ലാ വർഷവും അക്രോസ് കേരള നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ ചെയ്യാം. എല്ലാ പ്രൊജക്റ്റും അതെ. ഇപ്പൊ നമ്മൾ റീസെന്റ് കോഴിക്കോട് ഇപ്പൊ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയും ഇത് അപ്ലിക്കബിൾ ആയിരിക്കും. ഈ പ്രോജക്റ്റുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ തിയറിയെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ സൈറ്റ് വിസിറ്റ്സിന് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഡയറക്ട്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.